Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marine Hospital. നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ്. എന്ത് കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളുടെ സാഹചര്യങ്ങളിൽ കേട്ടിട്ടില്ലേ, പ്രോട്ടീൻ കഴിച്ചിട്ട് കിഡ്നി പ്രശ്നം വന്നു എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ അതല്ല അതിൻ്റെ ഒരു സത്യാവസ്ഥ. പ്രോട്ടീൻ അല്ല അപ്പം ജിമ്മിൽ പോകുന്നവർക്ക് കിഡ്നി പ്രശ്നം വരുന്നത്, അങ്ങനെയല്ല. അതായത് പ്രോട്ടീൻ എന്ന് പറയുന്നത് ശരിക്കും ഞാനൊരു കഥ പറയുന്ന പോലെ പറയാം. എന്താണ് നമുക്ക് കിഡ്നി പ്രശ്നം ഉണ്ടാകുന്നത്? 80% കിഡ്നി പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഗ്ലൂക്കോസ് കൊണ്ടാണ്. പഞ്ചസാരയുടെ അളവ് ബ്ലഡിൽ കൂടുമ്പോഴാണ്. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മളിപ്പം മണലരിക്കുന്ന ഒരു അരിപ്പ അറിയല്ലേ? നമ്മളിപ്പം വീട് ബിൽഡിംഗൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് കാണാറുണ്ട്. ചില പഴയ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് ചെയ്യുക? ഈ മണലരിക്കുന്നതിനകത്ത് നമ്മളിപ്പോൾ ഒരു മണൽ ഇട്ടു. റഫായിട്ട് ഒരു മണലിട്ടു. മണലിട്ടിട്ട് അരിച്ച് കളയുന്നതിനും നല്ല ചെറിയ ചെറിയ തരികളെല്ലാം താഴെ പോവുകയും വലിയ കാര്യങ്ങൾ കല്ല്, അങ്ങനത്തെ കോലുകൾ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഈ അരിപ്പയ്ക്കകത്ത് ബാക്കി വരും. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കളയും. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത്. ഇനി ഈ സെയിം അരിപ്പ തന്നെ നമ്മൾ എടുത്തേച്ച് ഒരു മഴ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വെള്ളം ഉള്ള സ്ഥലത്ത് നമ്മൾ വെക്കുക. ഒരാഴ്ച വെച്ച് കഴിയുമ്പത്തേനും ഇതിനകത്ത് തുരുമ്പ് പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് തുരുമ്പ് പിടിക്കും. ചിലപ്പോൾ അതിൻ്റെ കട്ടി കുറഞ്ഞ് തുള വീഴും. എന്നിട്ട് ഈ സെയിം അരിപ്പ എടുത്തേച്ച് നമ്മൾ ഈ പഴയ രീതിയിൽ തന്നെ മണലിട്ടിട്ട് അരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ തരികളും പോവും, വലിയ കല്ലുകളും വീഴും, ചെറിയ ചെറിയ കോലുകൾ വീഴും, എല്ലാം അതിനകത്തേക്ക് വീഴും. ഇതാണ് സംഭവം. ഇത് തന്നെയാണ് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കണം, ഈ അരിപ്പ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിലുള്ള നെഫ്രോൺസ്, അരിപ്പകളെ പോലെ അത് ഫിൽട്ടർ ചെയ്യാനായിട്ട് ഉള്ളൊരു കാര്യമാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഈ ഈ എന്താ പറയുക, മണൽ വാരി ഇടുക എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് നമ്മൾ ബ്ലഡ് വരുന്നു. നമ്മുടെ ഫുൾ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേറ്റ് ആയിട്ട് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് കിഡ്നിയിൽ വന്നിട്ടാണല്ലോ ഈ ഈ നെഫ്രോൺസിൻ്റെ ഇടയിൽ കൂടെ വന്ന് പ്യൂരിഫൈ ആയിട്ട് ചിലത് യൂറിനായിട്ട് മാറുകയും കുറച്ച് വേസ്റ്റുകളെല്ലാം അതിനകത്ത് പോവുകയും ബാക്കിയുള്ളത് കുറേ ബ്ലഡിൽ തന്നെ ബാക്കി വന്നേച്ച് അത് തിരിച്ച് ബോഡിയിൽ മറ്റ് അവയവങ്ങളിലേക്ക് പോകുന്ന രീതിയാണ് അതിന് കിഡ്നിയുടെ ഫിൽട്രേഷൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ അരിപ്പയ്ക്കകത്ത്, അതായത് ഈ നമ്മൾ ഇടുന്ന മണലിൽ, ഇതിനകത്ത് അത് ബ്ലഡാണല്ലോ, ബ്ലഡിനകത്ത് ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണെന്ന് വെച്ചോ. അതിൻ്റെ അർത്ഥം ഇതിനകത്ത് നിറയെ ഈ നനവിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. ഈ അരിപ്പ മൊത്തം എന്താ സംഭവിക്കുന്നത്? കുറച്ച് നാൾ കൊണ്ട് ഇത് തുരുമ്പ് പിടിക്കും. അതേപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ള ബ്ലഡ് എപ്പോഴും ഇതിലൂടെ പോയി കഴിഞ്ഞാൽ, കിഡ്നിയിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ നെഫ്രോൺസിന് ഡാമേജ് ചെയ്യും. അപ്പം മറ്റേ അരിപ്പയ്ക്ക് തുള വീഴുന്ന പോലെ ഇതിനകത്തും ഫിൽട്രേഷന് പ്രശ്നം വരികയും ഇതിനകത്ത് കൂടുതൽ പ്രോട്ടീനുകൾ ഇങ്ങനെ യൂറിനിലൂടെ പുറത്തേക്ക് പോകും. അതാണ് മൂത്രം ഒഴിക്കുന്ന സമയത്ത് പത വരുന്നു അല്ലെങ്കിൽ പതഞ്ഞ് പോകുന്നു എന്നുള്ള, ആൽബ്യൂമിൻ കൂടി, മൈക്രോ ആൽബ്യൂമിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ വളരെ കൂടി എന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശരിക്കും പ്രോട്ടീൻ അല്ല. ഇപ്പം നമ്മൾ കിഡ്നിയുടെ പ്രശ്നം വന്നു കഴിഞ്ഞ ശേഷം പിന്നെ പ്രോട്ടീൻ ഒതുക്കാൻ പറയും. കാരണം ഒരു തവണ അരിപ്പയ്ക്ക് തുള വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും, അയ്യോ വലിയ വലിയ കല്ലുകളുള്ളതായിട്ട് സാധനങ്ങളൊന്നും എടുത്ത് ഇതിനകത്ത് ഇട്ടേക്കരുത്, ഇതിന് കപ്പാസിറ്റി കുറവാന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെന്ത് ചെയ്യും? അന്നേരം നമ്മൾ പ്രോട്ടീനെ റെസ്ട്രിക്റ്റ് ചെയ്യും. റെസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഇല്ല എന്നല്ല, ചെറിയ അളവിലേ പറ്റത്തുള്ളൂ, അല്ലാതെ എടുത്ത്. അതുകൊണ്ട് ആരാ നേരിട്ട് പ്രശ്നക്കാരൻ? ഗ്ലൂക്കോസ്. അതായത് അരിപ്പയ്ക്ക് വെള്ളം വന്ന് തുരുമ്പടിച്ച് തുള വീഴുന്ന പോലെ തന്നെ സ്ഥിരമായിട്ട് ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന ആളുകളിലാണ് കിഡ്നിക്ക് ഡാമേജ് കൂടുന്നത്. അപ്പോൾ അന്നേരം ഇതെല്ലാം കൂട്ടി വെച്ച് ഡാമേജ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ അയ്യോ കല്ലിടല്ലേ, അയ്യോ കോലിടല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കല്ലും കോലും ഒക്കെ വരും. കാരണം അങ്ങനെയാണ് അതിൻ്റെ രീതികൾ അരിക്കുമ്പോൾ. അതേപോലെ തന്നെ നമ്മൾ പ്രോട്ടീന് ഉള്ളിൽ കയറും, കാർബോഹൈഡ്രേറ്റ് കയറും, ഫാറ്റും കയറും, എല്ലാ സാധനവും ബ്ലഡിൽ വരും. അപ്പം നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴാണ് പലതരം ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. ക്ഷീണം വരുന്നത്, ജോയിന്റ് പെയിൻസ് വരുന്നത്, മസിൽ ക്രാംസ് വരുന്നത്, സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നത്, പല പ്രശ്നങ്ങളുണ്ടാകുന്നത് നമ്മൾ ഭക്ഷണങ്ങളെ നിയന്ത്രിച്ച് പറ്റത്തില്ലല്ലോ, കിഡ്നിക്ക് പറ്റുന്നില്ലല്ലോ. അപ്പം ആ ഒരു രീതിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് കണ്ടൻ്റാണ്. അമിതമായിട്ടുള്ള ചോറ്, അമിതമായിട്ടുള്ള ദോശ, ഇഡ്ഡലി, അപ്പം, അതേപോലെ ബേക്കറി ഐറ്റംസ്, കപ്പ, മധുരസാധനങ്ങൾ, മദ്യം, ഇതൊക്കെ ഹൈ ഗ്ലൂക്കോസാ. ഇതൊക്കെ വല്ലപ്പോഴും കുറച്ചൊക്കെ എന്ന് പറയുന്നത് യാതൊരു കുഴപ്പമില്ല. എപ്പോഴും കഴിക്കുക, ചെറിയ അളവിൽ കഴിക്കുന്നതിനും കുഴപ്പമില്ല. ഇത് ഓവറായിട്ട് 8ഉം 10ഉം ഇഡ്ഡലിയും ദോശയും കഴിക്കുന്ന ആളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ഒരാളോട് പറയുമ്പോൾ, ഞാൻ 10 ഇഡ്ഡലിയാണ് കഴിക്കുന്ന ആ വ്യക്തി. 10 ഇഡ്ഡലി കുറഞ്ഞിട്ടുള്ള കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതായത് മിനിമം 3 പ്രാവശ്യമെങ്കിലും ചോറ് കൂന കൂട്ടി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം 1 തവി 2 തവി എന്നൊക്കെ പറയുന്നത് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന കിഡ്നിക്കാണ്. ലിവറും കിഡ്നിയാണല്ലോ ആദ്യം പണി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന അളവിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഗ്ലൂക്കോസ് കണ്ടൻ്റാണ്. പ്രത്യേകിച്ചും ബേക്കറി ഐറ്റംസ്, മധുരസാധനങ്ങൾ, അമിതമായിട്ടുള്ള, ഒന്നുകൂടെ പറയാം, അമിതമായിട്ടുള്ള അരിയും ഗോതമ്പും കിഴങ്ങ് വർഗ്ഗങ്ങളും മദ്യവും ഒക്കെയാണ് ഇതിന് ഡാമേജ് ഉണ്ടാക്കുന്നത്. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്?
സോഡിയം കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ. പ്രത്യേകിച്ച് നമുക്ക് ഈ ചിപ്സൊക്കെ കഴിക്കുന്നവരുണ്ട്. ഈ പൊട്ടാറ്റോ ചിപ്സ് അല്ലാന്നുണ്ടെങ്കിൽ ബനാന ചിപ്സ് ഇതെന്തും ആയിക്കോട്ടെ. ഇത് നമ്മൾ വറുത്തെടുത്തതിന് ശേഷം ഉപ്പിലിട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് അങ്ങനെ പൊട്ടാറ്റോ ചിപ്സിലൊക്കെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ സോൾട്ട് കണ്ടൻറ്റ് ഉണ്ട്. നമ്മുടെ നൂഡിൽസ് ഐറ്റമിൽ പാക്ഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ മൊത്തം സോൾട്ട് കണ്ടൻറ്റ് വളരെ ഹൈ ആണ്. സോഡിയം കണ്ടൻറ്റ് വളരെ ഹൈ ആണ്. ഇതിങ്ങനെ സ്ഥിരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം രക്തക്കുഴലിനുള്ളിൽ അടിഞ്ഞുകൂടി അത് വീണ്ടും കിഡ്നിക്ക് ലോഡ് കൂടുകയാണ്. കാരണം ബിപി വേരിയേഷൻ വരുന്നത് കിഡ്നിക്ക് ലോഡ് കൂടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കിഡ്നിക്ക് ലോഡ് കുറയ്ക്കാനുള്ള വഴികളാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സോഡിയമാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്രൈഡ് ഐറ്റംസ് ആണ്. നമ്മളിപ്പം വല്ലപ്പോഴും ഒരു ചിക്കൻ ഫ്രൈ കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഉഴുന്നുവട പരിപ്പുവട കഴിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ റിപ്പീറ്റഡായിട്ട് ഡെയിലി ബേസിൽ ഫ്രൈഡ് ഐറ്റംസ് വരുമ്പോഴത്തേന് അത് വീണ്ടും കിഡ്നിയെ ഡാമേജ് കൂട്ടുന്നതാണ്. അപ്പോൾ അത് വീണ്ടും രക്തക്കുഴലിനെ ഡാമേജ് കൂട്ടും. അപ്പോൾ രക്തക്കുഴലിനെ ഡാമേജ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കിഡ്നിക്കും ഓവർലോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ രക്തക്കുഴലിനുള്ളിലെ സോഡിയം അടിഞ്ഞുകൂടും, കാൽസ്യം അടിഞ്ഞുകൂടും, കൊളസ്ട്രോൾ അടിഞ്ഞുകൂടും. ഇതൊക്കെയാണ് നമ്മുടെ കിഡ്നിക്ക് ലോഡ് കൂടാനായിട്ട് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് മദ്യപാനമാണ്. മദ്യപാനം എന്ന് പറയുന്നത് ഹൈ ഗ്ലൂക്കോസാണ്. നമ്മളിപ്പം വിചാരിക്കുകയാണ് അതിന് കുടിച്ചാൽ മധുരമൊന്നും ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ അത് ഇതാവുന്നത് വെച്ചാൽ ഇതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ഇത് ഹൈ കാലറി സാധനമാണ്. എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ്. ഈ ഗ്ലൂക്കോസ് കിഡ്നിയെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആൽക്കഹോളിൽ വരുന്ന ആൽക്കഹോൾ കണ്ടൻറ്റ് ഇത്തരം ആൽക്കഹോളൊക്കെ ഭയങ്കരമായിട്ടും കിഡ്നിയെ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മോഡറേറ്റ് അളവിൽ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെയുള്ള വരുന്നൊരു ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുകവലിയാണ്. കാരണം പുകവലി നമ്മൾ വിചാരിക്കും ജസ്റ്റ് വലിച്ചിട്ട് വിടുവല്ലേ, കാറ്റ് ഊതിക്കളയല്ലേ എന്ന് പറഞ്ഞാൽ അല്ല. ഇത് ഉള്ളിലേക്ക് പോകുന്ന സമയങ്ങളിൽ 4000-ലധികം കെമിക്കൽസാണ് ഇത് ഉള്ളിലേക്ക് കയറുന്നത്. ഇത് ലങ്സിലേക്ക് വന്ന് പെട്ടെന്ന് ബ്ലഡിലേക്കാണ് കയറുന്നത്. കാരണം ലങ്സിനാണ് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, അതായത് ലങ്സിലേക്ക് ബ്ലഡ് വരും, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും, ഓക്സിജനെ നമ്മൾ ശ്വസിക്കും, ഇത് ബ്ലഡിലേക്ക് കയറും, ഇത് എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പോൾ ഈ ഓക്സിജൻ കയറുന്നതിൻ്റെ കൂടെ ഈ കുറേ കെമിക്കലും കൂടെ അതിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇതെല്ലാം വന്നേച്ച് നമ്മുടെ രക്തക്കുഴലിനകത്ത് ഡെപ്പോസിറ്റ് ആവും. പ്രത്യേകിച്ച് നമ്മുടെ കിഡ്നികളിലും കാലിലും ഒക്കെയാണ് ഇത് ഡാമേജ് കൂട്ടുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഹെവി മെറ്റൽ ടോക്സിസിറ്റി എന്ന് പറയും. ഹെവി മെറ്റൽ ടോക്സിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം സേഫ് ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എവിടുന്നാണ് ഈ വെള്ളം വരുന്നത്, ഈ വെള്ളം വരുന്നത് എവിടുന്നാണ് കൊണ്ടുവരുന്നത്, എവിടുന്നാണ് ടാങ്കിലേക്ക് അടിക്കുന്നത്, ഇത് നമ്മൾ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ, ഇതറിയാതെ നമ്മൾ ഒരു ഫിൽട്രേഷൻ ഇല്ലാതെ ഒന്നുമില്ലാതെ നമ്മളത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ഫിൽട്ടർ ചെയ്ത് കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹെവി മെറ്റൽ ഇപ്പം ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പം അതിലേക്ക് നമ്മൾ കിട്ടുന്ന വെള്ളത്തിൻ്റെ സോഴ്സിൽ അവിടെ അടുത്തെവിടെയെങ്കിലും ഈ പറഞ്ഞ പെയിൻറ്റിങ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ആർസെനിക്, നമ്മുടെ ആസ്ബെറ്റോസ് രീതികൾ, സിമൻറ്റ് പരിപാടികൾ, ഫാക്ടറികൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഒരു അംശം അതിനകത്ത് കയറിയാൽ അത് നമ്മൾ കുറച്ച് നാൾ അടുപ്പിച്ചെടുക്കുമ്പോഴത്തേനും നമുക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര കോമൺ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കിഡ്നി ഫെയിലിയറാണ്, ഡയാലിസിസ് ആണ്. ഡയാലിസിസ് വളരെ കോമൺ ആയിട്ട് വരികയാണ്. ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഹെവി മെറ്റൽസ് ആണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ മീനുകൾ, നമ്മളിപ്പോൾ ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മീനുകളാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഏതോ കാലത്ത് പിടിച്ച് എത്രയോ കാലം സ്റ്റോർ ചെയ്ത് വെച്ചേച്ച് എത്രയോ കാലം അതിനകത്ത് അമോണിയ അതും ഇതൊക്കെ ഇട്ട് അത് നമ്മൾ റിപ്പീറ്റഡായിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ബാക്കി പത്രമായിട്ട് നമുക്ക് കിഡ്നി റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും? അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. പലരും വിചാരിക്കും ഞാനതിന് ഒന്നുമില്ല, എനിക്ക് മദ്യപാനമില്ല, പുകവലിയില്ല, ഷുഗറില്ല, ഒരു കാര്യവുമില്ല, എന്നിട്ടും എങ്ങനെ എനിക്ക് കിഡ്നി പ്രശ്നം വന്നു പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസിൽ വാലിഡ് ആയിട്ട് നല്ല കമ്പനിയുടേത്, അതും അത്രയും പ്രോപ്പറായിട്ടുള്ള ഇതുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലിനിക്കുകളിൽ കൊടുക്കുന്നതാണെങ്കിൽ ഓക്കെ നമുക്കൊന്ന് വിശ്വസിച്ചെടുക്കാം. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്തിട്ട് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കിന്നിലൂടെ ഈ ഹെവി മെറ്റൽസ് ബോഡിയിലേക്ക് കയറി അത് കിഡ്നി ഡാമേജ് ഉണ്ടാക്കുകയും ചുമ്മാ നമ്മൾ വെളുക്കാൻ വേണ്ടി തേക്കുന്നത്, അല്ലെങ്കിൽ കുരു മാറാനായിട്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞേച്ച് കോസ്മെറ്റിക് ഐറ്റംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിഡ്നിയെ പ്രശ്നം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ നിസ്സാരമായിട്ട് കരുതാനേ പാടില്ല. അപ്പം നമ്മൾ ഭക്ഷണം മാത്രം എന്നുള്ളതിലല്ല കാര്യം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ പുറത്തുനിന്നുള്ള കാര്യങ്ങളൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു ധാരണ വന്നെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ, കുടിക്കുന്ന വെള്ളം ആയിക്കോട്ടെ,
അതേപോലെ വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. നമ്മൾ കോല ഐറ്റംസ് വരുന്ന രീതിയിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ ഏറ്റവും കൂടുതൽ കിഡ്നി റിലേറ്റഡ് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് അപ്പനും അമ്മയും അവർ ആ പറയുന്ന ആഗ്രഹത്തിനനുസരിച്ച് മേടിച്ച് കൊടുത്ത് അവരെ ശീലിപ്പിച്ച് കഴിയുമ്പോഴത്തേനും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരും. അതേപോലെ ഈ നമ്മൾ ഇപ്പം KFC, മെക്ഡോണൾഡ്സ് പോലത്തെ ഫ്രൈഡ് ഐറ്റംസിലും ഹൈ സോൾട്ട് കണ്ടൻ്റ് ആണ്. അത് കഴിക്കാം, ഒരു കുഴപ്പമില്ല. വല്ലപ്പോഴും ആഗ്രഹത്തിൻ്റെ രീതിയിൽ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചെറിയ പ്രായം തൊട്ടേ നമ്മൾ കുട്ടികളിൽ വാങ്ങിച്ചു കൊടുത്ത് അവർക്കൊരു ശീലമാക്കിയിട്ട് ഈ ചിപ്സ് അതേപോലത്തെ ലെയ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേനും ബിസ്ക്കറ്റുകളിലൊക്കെ ഹൈ സോഡിയം കണ്ടൻറ്റുകളാണ് വരുന്നത്. സ്ഥിരമായിട്ടുള്ള ഉപയോഗങ്ങളിൽ ഉറപ്പായിട്ടും അത് കിഡ്നിയെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നമ്മൾക്ക് കിഡ്നിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അവസാനം നമ്മളതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് മെനക്കെടേണ്ടി വരത്തില്ല. അപ്പോൾ എന്തായാലും അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.